ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വെക്കുന്ന കുറേ സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ ഇന്ന് പ്ലാന്റ്സൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, അവരൊക്കെ കുറേ ഈ ചെടികളെല്ലാം കൂടി നടാൻ വേണ്ടിയിട്ട് മണ്ണ് കിട്ടാറില്ല, മണ്ണ് കുറവാണ്, മണ്ണ് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്താണ് താമസിക്കുന്നത്, ഒരുപാട് ചെടികളൊന്നും വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്കും കൂടി ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇതെൻ്റെ അഡീനിയത്തിൻ്റെ തന്നെ ഒരു ഹോസ്പിറ്റലാണെന്ന് തന്നെ പറയാം. അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെ അഡീനിയത്തിനെ ഗ്രാഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അഡീനിയത്തിൽ പല പല പരീക്ഷണങ്ങൾ നടത്താനും വിത്തുകളൊക്കെ പല രീതിയിൽ കിളർപ്പിച്ചെടുക്കാനും എല്ലാം ഞാൻ പരീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിലായിട്ടാണ് ഞാനിവിടെ അഡീനിയൊക്കെ വെക്കാറുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഈ ഒരു ഭാഗത്ത് ആണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത്. അപ്പം മുകളിലൊക്കെ നമ്മൾ വീടിൻ്റെ മുകളിൽ ഒരു പൈപ്പും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സൗകര്യമായിരിക്കും ഇതുപോലെ ചെടികളൊക്കെ വീടിന് മുകളിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാനായിട്ട്. ഞാൻ ഇതിനു മുന്നേ ഒരു 45 രൂപയുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലെല്ലാം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും വിലക്കുറവിൽ ഞാൻ ഈ ഒരു പ്ലാന്റ്സ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ അഡീനിയം പ്ലാന്റ്സിൽ ഇതുപോലെ സീഡ്സൊക്കെ ഉണ്ടാവുന്നത് ഞാൻ അതിൻ്റെയൊക്കെ വിത്തുകൾ പാകി അത് കിളിർപ്പിച്ചെടുക്കുന്ന തൈകളായതുകൊണ്ടാണ് കേട്ടോ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇതുപോലെ ഏറ്റവും വിലക്കുറവിലായിട്ട് തരുന്നത്. ആൻഡ് ഇതെൻ്റെ ഒരു അഡീനിയത്തിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ നിൽക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈ ഞാൻ ഇതുപോലെ മുകളിൽ കൊണ്ട് വെച്ചേക്കുകയാണ്. ബക്കറ്റിനകത്താണ് കേട്ടോ ഞാനതൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് താഴെ തന്നെ വേറൊരു ബേസണിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ഒരിക്കൽ കാണിക്കാം കേട്ടോ. അപ്പം എന്താണ്ട് ഇതുപോലെ ഗ്രോ ബാഗിനകത്തൊക്കെ നേരത്തെ വെച്ചിരുന്നതായിരുന്നു കേട്ടോ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ. അപ്പോൾ ആ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ കുറേ നാളും കൊണ്ടേ ആ ഒരു ഗ്രോ ബാഗ് ഇരുന്ന് ദ്രവിച്ചിട്ട് അത് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ മണ്ണൊക്കെ എടുത്ത് ഇതിനകത്തും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന്. അതായത് ഇതിനകത്ത് കുറച്ച് മണ്ണേ ഉള്ളായിരുന്നു, കുറേ നാളായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അഡീനിയത്തിൻ്റെ സെയിലൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകൾ നടാനായിട്ട് ഞാൻ വീടിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കരിയിലയാണ് കേട്ടോ. അപ്പോൾ കരിയിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വീണ് കിടക്കുന്ന കരിയിലകൾ വേണമെങ്കിലും നമുക്കിതുപോലെ വാരി ഇതുപോലെ ചാക്കിലൊക്കെ ആക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് ഇതുപോലെ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് വീടിൻ്റെ മുകളിൽ ഒരു മുന്തിരി നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ആ ഇലകളെല്ലാം കൂടി കൂട്ടിയിട്ടേക്കും. എന്നിട്ട് അത് ഒരുവിധമൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ചാക്കിലൊക്കെ ആക്കി വെക്കും. അതുപോലെ നമ്മൾ കരിയിലകളൊക്കെ ഇതുപോലെ ചാക്കിലാക്കി വെച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ ദിവസവും നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നനച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കൊരു മണ്ണിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് ഈ കരിയില ആക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ടെറസിൻ്റെ മുകളിലോട്ടൊക്കെ മണ്ണുകളൊക്കെ എടുത്ത് കൊണ്ടുപോയി ചുമന്ന് കയറ്റാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ചെയ്യുന്നൊരു ട്രിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ അകത്തൂടെയാണ് സ്റ്റെയർ. അപ്പം നമുക്കിങ്ങനെ കയറി വന്ന് അത്രയും ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് ഞാനൊരു ബക്കറ്റിനകത്ത് കയറ് കെട്ടി താഴേക്ക് വെക്കും. എന്നിട്ട് താഴേന്ന് മണ്ണ് വെട്ടി ആ ബക്കറ്റിലിട്ടിട്ട് ആ മുകളിൽ വന്നിട്ട് ആ കയറ് വഴി ആ ബക്കറ്റിലെ മണ്ണ് പൊക്കിയെടുക്കുക. ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയ ബക്കറ്റിൽ 3-4 പ്രാവശ്യം മണ്ണ് വെട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെടികൾ നടാനായിട്ടുള്ള ആവശ്യത്തിനുള്ള മണ്ണുകൾ കിട്ടും. അപ്പോൾ ഈ കരിയിലയും ആ മണ്ണും അതോടൊപ്പം തന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചെടികൾ നടാനായിട്ടുള്ള പോട്ടി മിക്സ് അതിനകത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഞാനിതെല്ലാം വൃത്തിയാക്കി നമ്മുടെ അഡീനിയം തൈകൾ നടാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ചൊക്കെ ഞാൻ തൈകളുണ്ടായിരുന്നുകൊണ്ട് ഈ ഒരു ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കിളിർത്ത് വരും കേട്ടോ. നമ്മൾ ചെയ്യുന്ന പോട്ടി മിക്സും അതുപോലെ തന്നെ വളങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ചെയ്യേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സുകൾ വളർന്നു കിട്ടും. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മുന്തിരിയുടെ ചെടി. അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ നട്ടേക്കുന്നത് താഴെയാണ്.
താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് പടർത്തി കൊടുത്തേക്കാണ് കേട്ടോ മുന്തിരിയൊക്കെ. അപ്പം മുന്തിരിയുടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്തിരിയൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, മുന്തിരിയുടെ ആ ഒരു അച്ചാറൊക്കെ ഇടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം അതൊന്ന് കയറി കണ്ടേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇതിനു മുന്നേ കുറേ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ അരിയൊക്കെ വാങ്ങിക്കുന്ന ചാക്കുകളുണ്ടല്ലോ, അതിനകത്തൊക്കെ കുറേ മുളകും തൈയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതിലൊക്കെ ഉണങ്ങിപ്പോയതിന് ശേഷം കുറേ വിളവൊക്കെ എടുത്തു കഴിഞ്ഞായിരുന്നേ. അപ്പം വിളവൊക്കെ എടുത്തു കഴിഞ്ഞ് അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ അതിൻ്റെ കമ്പുകളും കൂടി ഇതുപോലെ ഗ്രോ ബാഗിനകത്തോട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞു വരും. നമ്മൾ ഒരു ചെടി നടാനായിട്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കരിയിലകളൊക്കെ വാരി ചാക്കിനകത്തൊക്കെ നിറച്ചിട്ട് ഒരാഴ്ചയോളം വെള്ളം ഒഴിച്ചിടണം കേട്ടോ. രാവിലെയും വൈകിട്ടും വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു കിട്ടുന്നതായിരിക്കും. ഞാൻ സാധാരണയായിട്ട് അഡീനിയം പ്ലാന്റ്സുകൾ നട്ടതിന് ശേഷം അതിൻ്റെ സെയിലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ണുകളെല്ലാം വീണ്ടും വാരി ഒരിടത്ത് തന്നെ കൂട്ടിയിട്ടിട്ട് പിന്നീട് വീണ്ടും പോട്ടി മിക്സ് തയ്യാറാക്കിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വീണ്ടും ആ കവറുകളിൽ നിന്ന് മണ്ണുകളൊക്കെ കുടഞ്ഞിടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ആ കവറുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് കീറിപ്പോകുന്നത്. അപ്പം ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെയാണ് ഇതുപോലെ മണ്ണുകളൊക്കെ അതിനകത്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. എന്നാലും ചെറിയ ചെറിയ പാകപ്പിഴകൾ സംഭവിക്കാറുണ്ട് കേട്ടോ. എൻ്റെ അടീനിയത്തിൻ്റെ വിത്തുകളൊക്കെ പാകമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിത്തുകളൊക്കെ പാകമായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നട്ടു കൊടുക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ വിത്തുകൾ അടീനിയത്തിൻ്റെ കുറേ താമസം എടുത്താണ് നമ്മൾ നടുന്നതെങ്കിൽ എല്ലാ വിത്തുകളും ഒന്ന് കിളിർത്ത് കിട്ടത്തില്ല. അപ്പം നമ്മൾ കിളിർത്ത് കിട്ടുന്ന വിത്തുകളൊക്കെ ചെറിയ ഒരു പരുവാകുമ്പോൾ തന്നെ നമ്മൾ മാറ്റി നടണം. ഇപ്രാവശ്യം നമ്മൾ വിത്തുകളൊക്കെ നടുന്നത് ഒരുപാട് പ്രതീക്ഷയോടാണ് കേട്ടോ. അതായത് നമ്മൾ ഇതുവരെ സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റ്സുകൾ ഒരുപാട് വിലക്കുറവിലാണ് കസ്റ്റമേഴ്സിനൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന സമയത്ത് നമ്മൾ മൾട്ടി പെറ്റലായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകൾ നല്ല വിലക്കുറവിൽ തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എത്തിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലെ പ്ലാന്റുകളൊക്കെ നട്ടുപിടിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റുകൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ മൾട്ടി ഗ്രാഫ്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുന്ന വലിയ പ്ലാന്റുകളാണ്. അതോടൊപ്പം അവിടെ ഇവിടെയായിട്ടൊക്കെ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും നശിപ്പിച്ച് കളയാതെ വളർത്തിയെടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്താണ്ട് ഈ നിൽക്കുന്നതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്കിന് ഗ്രാഫ്റ്റ് ചെയ്ത് കൂടുതൽ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ ഇപ്പോൾ. ഞാൻ പ്ലാന്റ്സ് സെയിൽ നടത്തുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സിംഗിൾ പെറ്റൽസിൻ്റെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വില കുറച്ച് കിട്ടുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു 7-8 മാസമൊക്കെ ആകുമ്പോൾ നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല നല്ല പ്ലാന്റ്സുകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന പ്ലാന്റ്സുകളൊന്നും നമ്മൾ അഡീനിയം പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നഷ്ടപ്പെടുത്താതെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കും അഡീനിയം പ്ലാന്റ്സുകൾ നല്ല വിലക്കുറവിൽ വേണമെങ്കിൽ നമ്മുടെ അഡീനിയം സെയിലിൻ്റെ വീഡിയോയിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പർ വഴി മെസ്സേജ് ഇടുക. കാരണം നമുക്ക് അഡീനിയം ഏറ്റവും വിലക്കുറവിൽ കൊടുക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്. ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ എല്ലാവരും ഈ യൂട്യൂബിൽ സെയിൽ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ കാണണമെന്നില്ലല്ലോ. അപ്പം വാട്സപ്പിലാവുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ നമ്മുടെ വീഡിയോ ഫസ്റ്റിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് കിട്ടുന്ന ലൈക്കുകളും കമൻറ്റുകളും അവർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോഴെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ.